നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗം റിയാക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെപ്പോഴും അറിയാം, പല സമയങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, സെലിബ്രിറ്റീസ് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അവർ പലപ്പോഴും ചൂടാകുന്ന കുറേയധികം വീഡിയോസും കുറേയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്കതറിയാം. അപ്പോൾ ഈ അടുത്തൊരു സംഭവം ഉണ്ടായത്, നസ്ലിൻ അദ്ദേഹത്തിന് പുതിയൊരു സിനിമയായിട്ടുള്ള ആലപ്പുഴ ജിംഖാനയുടെ പ്രമോഷനായിട്ട് ഇവിടെ പോകുന്ന വഴിയിൽ വെച്ചിട്ട് ഒരാൾ വന്നിട്ട് തോളത്ത് കൈയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നസ്ലിൻ അത് തടഞ്ഞു വെച്ചാൽ പുള്ളിയുടെ കൈ തട്ടി മാറ്റിയിട്ട് പുള്ളി നടന്നുപോയി. ഇത് വലിയൊരു പ്രശ്നമാക്കിയിട്ടൊക്കെ മീഡിയ ഒക്കെ ഇടയ്ക്ക് കാണിക്കുകയൊക്കെ ഉണ്ടായത്. ഇത് നസ്ലിൻ ജാടയോ, നസ്ലിൻ താരരാജാവാണോ, നസ്ലിൻ ഇത്ര ജാട പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഭവങ്ങളൊക്കെ വരികയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും മലയാളത്തിലുള്ളൊരു ഇപ്പോൾ ഒരു പ്രമുഖ രീതിയിൽ പാപ്പരാസി കൾച്ചർ മലയാളത്തിലോട്ട് കൊണ്ടുവന്ന ഒരു മീഡിയ മീൻസ് ഒരു ഡിജിറ്റൽ മീഡിയ ചാനൽ, അവർ ഈ തോളത്ത് കൈയിട്ട ആട്, നസ്ലിനെ തോളത്ത് കൈയിട്ട ആട് പിടിച്ചിട്ട് അയാളുടെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഹാറ്റ്സ് ഓഫ്. അതായത് ഞാനിത് ആദ്യമായിട്ട് കാണുന്നത്. ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ തോളയിട്ട ആളെ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച ആളെ കണ്ടുപിടിച്ച് അവരുടെ ഇന്റർവ്യൂ എടുത്തു. ഇത് വലിയൊരു സംഭവം തന്നെയാണ്. അതിന് ആദ്യം ഹാറ്റ്സ് ഓഫ്. പിന്നെ ആ പുള്ളിക്ക് എന്താണ് പറയാനുള്ളത് എന്നുകൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ബലം പ്രയോഗിച്ച് പിടിച്ചു നിർത്തി ഫോട്ടോ എടുക്കാൻ നോക്കിയാണോ? അല്ല, അന്ന് ബലം പ്രയോഗിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്കൊരു ആരാധന എന്ന് പറഞ്ഞൊരു മമ്മൂട്ടിയോ മോഹൻലാലൊക്കെ ആണെങ്കിൽ നമുക്ക് സാറേന്നോ അല്ലിക്കാന്നോ ഒക്കെ വിളിച്ച് നമുക്ക് തോളൊക്കെ ഇടാം. ഇത് നമ്മളുമായിട്ടുള്ള ഏജിലാവുമ്പോൾ നമ്മള് യാദൃശ്ചികമായി പുള്ളിയെ തോളെ കൈയിടുമ്പോഴാണല്ലോ നമുക്ക് ഒരു ഫോട്ടോ എടുക്കുന്നത്. നമ്മുടെ കൂട്ടുകാരൻ നിലക്കാണ് പുള്ളിയായിട്ടൊരു ഫോട്ടോ എടുക്കുന്നത്. രണ്ടാമത്തെ തെറ്റ് ഇയാൾ പറയുന്നത്, പുള്ളി ഒരു കൂട്ടുകാരൻ എന്നുള്ളൊരു നിലയിലാണ് പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തോളത്ത് കൈയിട്ടതെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഈ വഴി കൂടെ പോകുന്ന എല്ലാവരും ഇയാളുടെ കൂട്ടുകാരായിരുന്നു. ആരെ കണ്ടാലും ഇയാൾ പോയി തോളത്ത് കൈയിടും. അങ്ങനെ അത് ഇടുന്നൊരു ശരിയായിട്ടുള്ളൊരു ഏർപ്പാടല്ലല്ലോ. ഇപ്പം ഇവർക്ക് സ്ക്രീനിൽ ഇയാളെ കാണാം. ഓക്കെ, ഇതാണ് മനുഷ്യൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു നമുക്ക് ഇയാളെ അറിയാം, അയാൾക്ക് ഇയാളെ അറിയത്തില്ലല്ലോ എന്ന് പറയാണ്ട് റാൻഡംലി പോയിട്ട് ഒരാളുടെ തോളത്ത് പോയി കൈയിടാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ പുള്ളി പറയുന്നത് പുള്ളി ഒരു കൂട്ടുകാരനാണെന്ന് വിചാരിച്ചിട്ടാണ് തോളത്ത് കൈയിടുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ തോളെ കൈയിടുന്നത് പുള്ളിക്ക് ഇഷ്ടമല്ലാത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് ഞാൻ നേരത്തെ പുള്ളിക്ക് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് മറ്റൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ കടന്ന് അയാളുടെ തോളത്തിൽ കൈയിട്ടത്. പുള്ളിക്ക് മനസ്സിലായില്ല അത് എന്തുകൊണ്ടാണ് അയാൾക്ക് ഇഷ്ടപ്പെടാതെ പോയത്. വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് വല്ല സ്മെല്ലടിച്ചോ എന്നാണെന്ന് നമുക്കറിയുന്നില്ല. പിന്നെ ഒരു കൂട്ടുകാരൻ നിലക്കല്ലാതെ നമുക്ക് പുള്ളിയെ കാണാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു സഹോദരൻ അല്ലെങ്കിൽ നമ്മളെക്കാട്ടി ചേട്ടനോ അതൊക്കെ ആണെങ്കിൽ നമുക്കൊരു ക്ഷയിക്കാൻ്റെ കൊടുത്തിട്ട് ശരി, പുള്ളിയെ കൂട്ടുകാരെന്നുള്ള ലെവലിലല്ലാതെ അല്ലെങ്കിൽ സഹോദരൻ എന്നുള്ള ലെവലിലല്ലാണ്ട് ഇയാൾക്ക് കാണാൻ സാധിക്കത്തില്ല. പക്ഷെ റാൻഡംലി ഒരാളെ തോളത്ത് പോയി ഒരു ഫോട്ടോ കൊണ്ടുപോയി പെട്ടെന്നൊരു ആവേശത്തിന്റെ പുറത്ത് പുള്ളിയുടെ തോളെ കൈയിട്ടു. ഇതല്ലാതെ എനിക്കൊന്നും പറയാനില്ല. നെസ്ലിനോട് എന്തെങ്കിലും വെറുപ്പ് തോന്നിയോ? നെസ്ലിനോട് വെറുപ്പുണ്ടെങ്കിൽ ഞാൻ ആ പടം കാണാൻ പോകേണ്ട കാര്യമില്ലല്ലോ. അല്ല, ആ സംഭവത്തിന് ശേഷം എന്തെങ്കിലും വെറുപ്പുണ്ടായോ? പടം ഒരിക്കലും ഇല്ല. ഞാൻ ഇപ്പോഴും നെസ്ലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാ. ഞാൻ എന്റെ ഫേസ്ബുക്ക് പേജോ അല്ലെങ്കിൽ എന്തെങ്കിലും നെസ്ലിനെ കുറിച്ച് ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ പേജില് ഒരു ഫേസ്ബുക്ക് ഒരു പേജ് ഞാൻ കണ്ടായിരുന്നു. അതിനകത്ത് ഇഷ്ടപ്പെട്ട നടൻ ആരാന്ന് ചോദിച്ചപ്പോ അതിന് ഞാൻ കമന്റ് ഇട്ട ആള് നെസ്ലിനാണ്. അല്ല, നെസ്ലിനോട് എനിക്ക് ഇതുവരെ ഇതുമില്ല, ഒരു ഒറ്റ വെറുപ്പുമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ വെറുപ്പ് വരേണ്ട സമയമാണ് നെസ്ലിൻ എന്നോട് കാണിച്ച എന്തിന്റെ പേരിലാന്ന് നമുക്കറിയത്തില്ല. പക്ഷെ നെസ്ലിനോട് എല്ലാരും ചോദിക്കുന്നുണ്ട് തോളെ എന്തിനാണ് നീ കയറി കൈയിട്ടേന്ന് ചോദിക്കുമ്പം നസ്ലിൻ എന്തുകൊണ്ടാണ് അവൻ്റെ അടുത്ത് എങ്ങനെ പെരുമാറിയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവൻ്റെ തോളത്തുനിന്ന് കൈ തട്ടി മാറ്റിയതെന്നുള്ളത് പാവം വ്യക്തിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ബാക്കിയുള്ള ആൾക്കാരും ഇയാളടുത്ത് ചോദിച്ചു എന്തിനാണ് ഇയാൾ തോളത്ത് കൈയിട്ടത്, എന്തുകൊണ്ടാണ് ആൾക്കാർ ചോദിക്കുന്നത്, ഇയാൾക്ക് ഇതുവരെ മനസ്സിലായില്ല. മറ്റേ പടത്തിൻ്റെ അകത്തിൽ എല്ലാവരും ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു എന്നിട്ട് എന്നോട് ആൾക്കാർ ചോദിക്കുന്നു വട്ടുണ്ടോയെന്ന്. എനിക്ക് വട്ടുണ്ടോ ചേട്ടാ എന്നൊക്കെ ചോദിക്കുന്നൊരു സംഭവമാണ് എനിക്കിവിടെ കണ്ടിട്ട് തോന്നിയത്. എനിക്ക് നെസ്ലിനോട് ഒന്നേ പറയാനുള്ളൂ, ഞാനൊരു ഒരു കൂട്ടുകാരെന്നോ അല്ലെങ്കിൽ എൻ്റെ ഒരു സഹോദരനെന്നോ അല്ലെങ്കിൽ എൻ്റെ ഏജിലാണെന്നുള്ളൊരു കാര്യം വെച്ചായിരിക്കും ഞാൻ കൈയിടുന്നത്. അല്ലാതെ ഞാൻ പുള്ളിയെ ബലമായി പിടിച്ചു വെച്ചെന്നോ അന്ന് ഞാൻ പറയത്തില്ല. പുള്ളി അങ്ങനെ പറയുവാണെങ്കിൽ ഇയാൾ പറയേണ്ട ആവശ്യമുണ്ടോ, ബാക്കിയുള്ളവരല്ലേ പറയുന്നത്. പോലും ഇനി പുള്ളിയുടെ ഭാഗത്താണ് ശരിയെങ്കിൽ പോലും ഇപ്പൊ എല്ലാവരും നെഗറ്റീവ് കമന്റ് പറയുന്നത് എന്നോടാണ്. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല.
പുള്ളിയുടെ ഭാഗത്താണ് ശരിയെങ്കിലും നെഗറ്റീവ് പറയുന്ന കമന്റ് പറയുന്നത് എൻ്റെ അടുത്താണ് ാണ് എല്ലാരും പറയുന്നത്. സ്വാഭാവികമാണ്. ഇപ്പൊ നമുക്കൊന്നും പറയാനില്ല. അല്ലാതെ വേറൊന്നും എനിക്കൊന്നും പറയാനില്ല. പുള്ളിയോട് എനിക്കൊരു വെറുപ്പോ അല്ല എനിക്കൊരു ദേഷ്യമോ ഒന്നുമില്ല. ഇതേ പറയാനുള്ളൂ. ഓക്കെ, പുള്ളിക്ക് വെറുപ്പൊന്നുമില്ല കേട്ടോ നസ്ലിൻ്റെ അടുത്ത്. നല്ല കാര്യം. പിന്നെ കാര്യം എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇവർ സിനിമയൊക്കെ റിലീസ് ആകാൻ പോകുന്ന സമയത്താണെങ്കിൽ ഇവരൊക്കെ എപ്പോഴും ഭയങ്കരമായിട്ട് ഒരുപാട് തിരക്കുള്ള ആൾക്കാരാണ്. ഇപ്പം അപ്പോൾ ഇവരെ ഈ സമയങ്ങളിൽ അവർ ഏത് മൂഡിലാണെന്ന് പോലും ആർക്കും പറയാൻ പറ്റില്ല. ഇപ്പം നമ്മളൊരു നോർമൽ മനുഷ്യൻ തന്നെ നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ചോദിച്ചു നമ്മൾ ഒരുപാട് അവരോട് ദേഷ്യപ്പെട്ടെന്നിരിക്കും. പക്ഷേ ഇവർക്ക് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നടക്കുന്നത് അല്ലേ. ഇപ്പം പക്ഷെ എല്ലാവരും പറയുന്നത് നമ്മൾ കാശ് കൊടുത്ത് സിനിമ കണ്ടതുകൊണ്ടാണ് അവർ സൂപ്പർ സ്റ്റാർ ആയത് അല്ലെങ്കിൽ ഇതായത്, അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള അധികാരം ഉണ്ടെന്നൊക്കെ പറയുന്നത് വളരെ മണ്ടത്തരമായിട്ടുള്ളൊരു തോട്ടാണ്. കാര്യം നമ്മൾ കാശ് കൊടുത്തിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു സിനിമയാണ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ കാശ് കൊടുത്ത് പോയി തിയേറ്ററിൽ കാണുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ പോയി കാണുമോ? ഇല്ല. അതുകൊണ്ടാണ് ഒരു സിനിമ ഹിറ്റാകുന്നത് അല്ലെങ്കിൽ ഒരു നായകൻ നടൻ ഒരു വലിയൊരു സ്റ്റാർ വാല്യൂ ഉള്ള ആളോ അല്ലെങ്കിൽ ഫാൻ ബേസ് ഒക്കെ ഉള്ള ഒരാളായിട്ട് മാറുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിലോട്ട് ഇങ്ങനെ തെള്ളിക്കറേണ്ട ആവശ്യം ഒരിക്കലും ഇല്ല. അത് കയറി തെറ്റായിട്ട് ഉള്ള ഒരു കാര്യമാണെന്ന് പോലും പുള്ളിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. പുള്ളിയുടെ വിചാരം നസ്ലീനെ ഇയാൾക്ക് അറിയാമെന്നുണ്ട്, നസ്ലിനെ ഇയാളെയും തിരിച്ചറിയാമെന്ന് പറയുന്നത്. പുള്ളി പറയുന്നത് എങ്ങനെ വെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇയാളുടെ കൂട്ടുകാരൻ്റെ അടുത്ത് ഇയാൾ തോളത്ത് കൈയിട്ടുമ്പോൾ കൂട്ടുകാരൻ കൈതട്ടി മാറ്റി എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ലല്ലോ ഉണ്ടായിട്ടുള്ളത്. ഇയാൾക്ക് ജസ്റ്റ് ഇയാളൊരു നസ്ലിൻ്റെ കൂട്ടുകാരൻ്റെ പോലെ തോന്നി, പക്ഷെ അയാൾക്ക് ഇങ്ങനെ തോന്നിട്ടില്ലല്ലോ. അയാൾക്ക് ഇയാൾ ഇപ്പോഴും സ്ട്രേഞ്ചർ തന്നെയാണല്ലോ. അത് ഇയാൾക്ക് ഇതൊരു മനസ്സിലായിട്ടില്ല. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം. ആൾക്കാരിത് ഇയാൾക്ക് മനസ്സിലാവുമായിരിക്കും ഇയാളെ കാണിച്ച് തെറ്റായിട്ടുള്ള കാര്യമാണെന്നുള്ളത്. നമ്മൾ ഒരുപാട് ഇങ്ങനെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ചിലർ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുമ്പോൾ ക്യാമറ തട്ടി മാറ്റുന്നതോ അല്ലെങ്കിൽ ഒരു ജോൺ അബ്രാമിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ക്യാമറ പിടിച്ച് വെക്കുന്നത്. അതിനുശേഷം പുള്ളിയുടെ ഇന്റർവ്യൂ ചോദിച്ചു നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറ്റബോധം തോന്നി ചോദിച്ചും പുള്ളി പറയുന്നത് എന്തിന് കുറ്റബോധം തോന്നേണ്ട ആവശ്യം, പുള്ളിയുടെ പ്രൈവറ്റ് സ്പേസിലോട്ട് ഒരാൾ ഇടിച്ച് കയറി വരികയാണ്. അപ്പം അതിൻ്റെ ആ സമയത്ത് പുള്ളിക്ക് മാനസികമായിട്ട് അല്ലെങ്കിൽ പുള്ളിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമായിരിക്കും. നമ്മൾ തന്നെ റാൻഡംലി ഒരാൾ നമ്മുടെ ഫോട്ടോ എടുത്താൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിലും വേറെ ഏതെങ്കിലും ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോഴത്തെ എല്ലാവർക്കും ബൈ, നന്ദി, നമസ്കാരം.